ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ടിൽ നിയമോപദേശം തേടി DGP. റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെന്ന് സംസ്ഥാന സർക്കാർ അടുത്ത ആഴ്ചയോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യത. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയെന്നാണോ സർക്കാർ വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ നവകേരള സദസ്സ് യാത്രയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രചരണത്തിനിടയിലാണ് അത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ഗൺമാൻമാർ ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനം നടത്തിയത്. നിലവിലെ സർക്കാർ, അതായത് UDF സർക്കാർ അധികാരമേറ്റ് ഉടൻ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേഗത്തിൽ തന്നെ നടപ്പാക്കുമെന്ന്. ഇപ്പോൾ ആ അന്വേഷണം പൂർത്തിയായി. കഴിഞ്ഞ മാസം 23-നാണ് പ്രത്യേക അന്വേഷണ സംഘം, അതായത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ റിപ്പോർട്ട് 23-ാം തീയതി സമർപ്പിച്ചിരുന്നു, DGPക്ക് സമർപ്പിച്ചിരുന്നു. ആ DGPക്ക് സമർപ്പിച്ചതിന് ശേഷം ഈ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു ഒഴിവാകുന്ന സർക്കാരിനെ, നിലവിലെ സർക്കാരിനെ, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. നിലവിൽ 18 ദിവസം കഴിഞ്ഞതിന് ശേഷം, റിപ്പോർട്ട് സമർപ്പിച്ച് 18 ദിവസത്തിന് ശേഷമാണ് MR അജിത് കുമാറിനെതിരെ അടക്കമുള്ള റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ തുടർ നടപടികൾക്ക് നിയമസാധ്യത തേടുന്നതിനുള്ള നിയമോപദേശം DGP തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ സർക്കാർ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട്, വേഗത്തിൽ സ്വീകരിച്ച കാര്യങ്ങൾ സ്വീകരിക്കാനെടുത്ത തീരുമാനം, അത് പിന്നീട് മെല്ലെ പോകുന്നത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായി തീരുന്നു. യൂത്ത് കോൺഗ്രസും KSUവും അടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുന്നണിയുടെ അടക്കമുള്ള യുവജന സംഘടനകളടക്കം രംഗത്തെത്തുകയും വലിയ തരത്തിൽ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 18 ദിവസങ്ങൾക്ക് ശേഷം DGP ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അന്ന് ഈ സംഭവം നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന് ഏറെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് നിലവിലെ സർക്കാരും തുടരുന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നടപടി വൈകിപ്പിക്കുന്നത്? അന്ന് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ കേസിലെ തെളിവുകളും ആ കേസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടക്കം തിരുത്തുന്നതിൽ ADGP MR അജിത് കുമാറും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നവരും മറ്റു ചില ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് SIT അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ആ നിർദ്ദേശം വന്നതിന് ശേഷമാണ് നടപടികൾ വൈകിപ്പിക്കുന്നതിലായിട്ട് കാര്യങ്ങൾ ചെന്നെത്തിയത്. ചില സാങ്കേതിക കാരണങ്ങൾക്ക് പറഞ്ഞു ഒഴിവാകുന്ന ആഭ്യന്തരമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയുമാണ് കണ്ടത്. ഇപ്പോൾ നിയമോപദേശം തേടിയതിന് പിന്നാലെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചില പ്രചാരണങ്ങൾ കൂടി വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഈ ഫയർഫോഴ്സ് തസ്തികയിലെ മേധാവി അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടിയൊക്കെ വിരമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലേക്ക്, ആ ഒരു പദവിയിലേക്ക് MR അജിത് കുമാറിനെ നിയമിക്കുവാനുള്ള ചരടുവലികൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപം കൂടി ശക്തമാകുന്ന സാഹചര്യത്തിലാണ് MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുവാനുള്ള നിയമോപദേശത്തിലേക്ക് DGP കടന്നിരിക്കുന്നത്. KP MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.